ഹരി ഓം. ഇന്ന് എന്തൊക്കെ വിഷയങ്ങളാണ് സ്വാമിജി പരാമർശിക്കുന്നത്? ഇന്ന് ഉത്സവങ്ങളെക്കുറിച്ചും വിശേഷാൽ ബലിക്കല്ലുകൾ, ഒരു ദിവസത്തെ ഉത്സവം, ഇത്രയും ഇന്ന് പരാമർശിക്കുന്നു. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത്. ഇവിടെ വർഷം തോറും 8 ദിവസം വീതമുള്ള 3 ഉത്സവങ്ങളുണ്ട്. ഒന്ന് ചിങ്ങമാസത്തിൽ തിരുവോണം ആറാട്ട് വരുന്ന 8 ദിവസം ഉത്സവം ധ്വജാരി ഉത്സവമാണ്. അതിന് ആഘോഷങ്ങളൊന്നുമില്ല. തെക്കേ വഴിയമ്പലത്തിൽ നങ്ങ്യാർകൂത്ത് മാത്രമാണ് ഒരു പരിപാടി. അതാണ് ആദ്യത്തെ ഉത്സവം. നമ്മൾ സാധാരണ ചിങ്ങമാസം തൊട്ടാണ് ഈ മലയാള മാസം തുടങ്ങുന്നത്. നേരത്തെ മേടമാസം തൊട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അത് വിഷുവൽ പുണ്യകാലം, രാത്രിയും പകലും കൃത്യമായി വരുന്ന സമയം, അതാണ് വിഷവൽ. അതനുസരിച്ചാണ് വിഷു ആഘോഷിക്കുന്നത്. ഈ വർഷമൊക്കെ മാർച്ച് 23-നായിരുന്നു ഈ സംഭവം. അത് കഴിഞ്ഞിട്ടാണ് വിഷു വരുന്നത്. ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞിട്ട്. തെക്കേ വലിയമ്പലത്തിൽ നങ്ങ്യാർകൂത്ത് മാത്രമാണ് ഒരു പരിപാടി. വൃശ്ചിക മാസത്തിലെ തിരുവോണം ആറാട്ടോടു കൂടി അവസാനിക്കുന്ന 8 ദിവസത്തെ ഉത്സവം അങ്കുരാജി ഉത്സവം എന്നാണ് പറയാം. നമ്മൾ നേരത്തെ ഉത്സവത്തിൻ്റെ ഒരു രീതി പറഞ്ഞു. മൂന്നാമത്തെ ഉത്സവമായ പടഹാജി ഉത്സവം, ആദ്യത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്ന നിലയിൽ ആറാട്ട് വരുന്ന 8 ദിവസം. മൂന്നാമത്തേത് കുംഭമാസത്തിലെ തിരുവോണം ആറാട്ടോടുകൂടി വരുന്ന 8 ദിവസമാണ്. ഉത്സവകാലത്ത് ഭഗവാൻ തൻ്റെ ഭൂസ്വത്തുക്കൾ മുഴുവൻ നോക്കാൻ യാത്ര ചെയ്യുകയും അവിടെയുള്ള പണ്ട് പാട്ടം സ്വീകരിച്ചിരുന്ന കൊട്ടാരങ്ങൾ എന്ന് പറയുന്ന ഓഫീസുകളോട് ചേർന്ന ക്ഷേത്ര സങ്കേതങ്ങളിൽ ഇറക്കി പൂജ നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് നമ്മൾ കാണാറുണ്ട്. പഴയ കാരണവന്മാർ രാവിലെ എഴുന്നേറ്റ് അവരുടെ വയലും പറമ്പും തെങ്ങും തോട്ടങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടി നടന്നു പോകുന്ന സമ്പ്രദായം. അതുപോലത്തെ ഒരു പരാമർശമാണിത്. പൂർണ്ണത്രയീശൻ്റെ മതിൽക്കകത്ത് വേറെ എവിടെയും കാണാത്ത 3 ബലിക്കല്ലുകളുണ്ട്. ആ 3 എന്താണെന്ന് പറയാം. പ്രദക്ഷിണ വഴിയുടെ അകത്തായി തെക്കേ തിരുമുറ്റത്തുള്ള ദീപസ്തംഭത്തിന് സ്വല്പം കിഴക്കുമാറി ഒരു ബലിക്കല്ലുണ്ട്. അത് വില്വമംഗലം സ്വാമിയാരുടേതാണ്. വില്വമംഗലം സ്വാമിയാർക്ക് ഓരോ ക്ഷേത്രത്തിലെത്തുമ്പോൾ അവിടെയുള്ള ക്ഷേത്രമൂർത്തികളെ കാണാമായിരുന്നു, കണ്ണുകൊണ്ട് കാണാമായിരുന്നു, നഗ്നനേത്രങ്ങളാൽ കാണാമായിരുന്നു എന്നാണ്. അതനുസരിച്ചാണ് വില്വമംഗലം സ്വാമിയാരുടെ ബലിക്കല്ല് വെച്ചിരിക്കുന്നത്. പ്രദക്ഷിണ വഴിയുടെ അകത്തായി തെക്കേ തിരുമുറ്റത്തുള്ള ദീപസ്തംഭത്തിന് സ്വല്പം കിഴക്ക് മാറി ഒരു ബലിക്കല്ലുണ്ട്. അതാണ് ഈ പറഞ്ഞ വില്വമംഗലം സ്വാമിയാരുടേത്. അതുപോലെ വിളക്കുമാടത്തിനോട് ചേർന്ന് യമന്റെ ബലിക്കല്ല്, തെക്ക് പടിഞ്ഞാറുള്ള നിരുതിയുടെ ബലിക്കല്ല്, ഇനി നടുക്കായി ഈ അമ്പലത്തിലെ വിഗ്രഹം പണിത മൂശാരിയുടെ ഒരു കല്ലുണ്ട്. മൂശാരി വിഗ്രഹത്തിൽ ലയിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതേപോലെ തന്നെ വൈകുണ്ഠത്തിൽ നിന്ന് നരനാരായണന്മാർ കൊണ്ടുവന്നതാണ് ഈ വിഗ്രഹം എന്നും ഒരു പരാമർശമുണ്ട്. ഈ കാലങ്ങളുടെ പ്രയാണത്തിലൂടെ വിഗ്രഹങ്ങൾക്ക് ലോപം സംഭവിക്കുകയും ചൈതന്യലോപം സംഭവിക്കുകയും വിഗ്രഹത്തിൻ്റെ ശരീരലോപം സംഭവിക്കുകയും ചെയ്യുമ്പോൾ, കാലത്തിൻ്റെ പരാമർശത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വിഗ്രഹങ്ങൾ വേറെ പണിഞ്ഞ് ചെയ്യേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ ഇത് അങ്ങനെ വന്നതും ആയിരിക്കാം. ഇപ്പോൾ ഉത്തര മലബാറിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ 11 കൊടിമരം, സ്വർണ്ണ കൊടിമരം ഭൂമിയിൽ താഴ്ന്നുപോയി എന്നാണ്. അത് ധർമ്മയുഗം എത്തുമ്പോൾ താനേ ഓരോന്നോരോന്നായിട്ട് പൊങ്ങി വരും എന്നൊരു പരാമർശമുണ്ട്. ഇതുപോലെ വല്ല അഗ്നിക്കിരയാവേ അതുപോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ വിഗ്രഹങ്ങൾ മറയാം
ഇത് വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാൻ കൃഷ്ണനും നരരൂപം സ്വീകരിച്ച അർജുനനും ബ്രാഹ്മണന്റെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വൈകുണ്ഠ ദർശനം നടത്തിയപ്പോൾ അവിടെ നിന്ന് കൊടുത്തതാണ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ എന്തൊക്കെ വന്നിരുന്നാലും മാനവർക്ക് ദർശിക്കാൻ മാനവശില്പം എന്ന ഒരു സംഭവമുണ്ട്. അത് വേണം. ഇപ്പോഴും വൈക്കത്ത്, ഏറ്റുമാനൂര്, കടിത്തൂത്തി, ഇങ്ങനെ 3 ശിവക്ഷേത്രങ്ങളിൽ 3 ദിവ്യ ശിവലിംഗങ്ങൾ ഇന്നുമുണ്ട്. കടിച്ച് ഇരുത്തിയത് കടുത്തുരുത്തിയും വൈക്കത്തും ഏറ്റുമാനൂരും 2 കൈകളിലുണ്ടായിരുന്ന ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ചതുമാണ്. ഇങ്ങനത്തെ ദിവ്യമായ ശിവലിംഗങ്ങളും ശിവലിംഗ കഥകളും ദേവചൈതന്യങ്ങൾ നിറഞ്ഞതിൻ്റെ രഹസ്യങ്ങളും നമ്മളുടെ പല ക്ഷേത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അകത്ത് നമസ്കാര മണ്ഡപത്തിൽ വടക്ക് കിഴക്കേ മൂലയ്ക്കായി ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ തന്ത്രിയുടെ ഒരു ചെറിയ ബലിക്കല്ല് കൂടിയുണ്ട്. കാലത്താൽ തന്ത്രി ഈശ്വരീയമായ ഭാവത്തിലേക്ക് വരികയും അവിടെ തന്നെ സാന്നിധ്യത്തിൽ തിരുശേഷിപ്പായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ബലിക്കല്ല് സ്ഥാപിച്ച് അതിനകത്തേക്ക് തന്ത്രിയെ മാറ്റിവെച്ചു. അതാണ് അതിൻ്റെ രഹസ്യം. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾ കൂടാതെ തുലാമാസത്തിലെ 8-ാം തീയതി അമ്പലം കത്തിയ ശേഷം തിരിച്ചെഴുന്നള്ളിച്ച ദിവസം ഇങ്ങനെ പല ക്ഷേത്രങ്ങളും കാലത്തായി ക്ഷേത്രത്തിലെ പൂജാരികളും ക്ഷേത്രത്തിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥരും ജോലിക്കാരും പലതരം അശുഭ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹങ്ങൾക്കും ചൈതന്യങ്ങൾക്കും ലോപം സംഭവിക്കുകയും ക്ഷേത്രാദി കാര്യങ്ങൾ കത്തിപ്പോവുകയും ചെയ്യാറുണ്ട്. ഇതല്ലാതെ ചില വ്യക്തികൾ കത്തിക്കുന്നതായിട്ടും പരാമർശങ്ങളുണ്ട്. അങ്ങനെയും പല ക്ഷേത്രങ്ങളിലും അഗ്നിക്കിരയായതായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോഴും വിഗ്രഹങ്ങൾ മറയാം, അതും ഒരു സംഭവമാണ്. കുംഭത്തിൽ ഉത്തരം, കുംഭമാസത്തിലെ ഉത്രത്തിൻ്റെ അന്ന് പുനഃപ്രതിഷ്ഠ ദിവസം എന്നാ പറയാം. മീനം 29 ധ്വജപ്രതിഷ്ഠ, ഇടവം 4 അനന്തപ്രതിഷ്ഠ എന്നീ ഒരു ദിവസ ഉത്സവങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ 4 ദിവസങ്ങളിൽ 4 ഉത്സവങ്ങൾ. വലിയ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിനാണ് പ്രാധാന്യം. 15 ആനയ്ക്ക് നിരന്നു നിൽക്കാൻ പറ്റിയ ആനപ്പന്തലിൽ നിന്ന് തുടങ്ങുന്ന പഞ്ചാരി മേളത്തിൽ 5-ാം കാലം കലാശിക്കുന്നത് വരെ 15 ആനയ്ക്ക് നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം 9 ആനയ്ക്ക് നിൽക്കാനുള്ള സ്ഥലമേ മതിൽക്കകത്തുള്ളൂ. അതിനാൽ പഞ്ചാരി 5-ാം കാലത്തിന് ശേഷമുള്ള മേളങ്ങൾക്ക് 9 ആന എന്നാണ് ചിട്ട. കൊടിയേറ്റന്ന് വൈകുന്നേരമേ ഉള്ളൂ. എങ്കിലും അന്ന് രാവിലത്തെ 15 ആനപ്പുറത്തുള്ള ശിവേലിയുണ്ട്. അത് തുടങ്ങിയാൽ വലിയ വിളക്കായ 7-ാം ദിവസം രാത്രി കഴിയുന്നവരെ ഇടതടവില്ലാതെ ക്ഷേത്രകലകളും ക്ലാസിക്കൽ കലകളും മാത്രം അരങ്ങേറുന്ന ഒരു മതിൽക്കകമാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ സ്ഥിതി. ഇതിന് സഹായകമാകുന്ന ഇവിടുത്തെ ഒന്നിലധികമുള്ള വേദികളാണ്. ഒന്നിലധികം വേദികളിലായാണ് ഇതെല്ലാം നടന്നു പോകുന്നത്. മൂലവിഗ്രഹം, ഉത്സവ വിഗ്രഹം, അഭിഷേക വിഗ്രഹം എന്നത് ഇവിടെ ഒന്ന് തമിഴ്നാട്ടിൽ നിന്നാണോ എന്നൊരു സംശയമുണ്ട്. കാരണം നമ്മുടെ കേരളീയ സമ്പ്രദായത്തിൽ ഇങ്ങനെ വിശേഷാലുള്ളത് പറയാറില്ല. മൂലവിഗ്രഹം അത് കഴിഞ്ഞാൽ പിന്നെ തടമ്പ് എഴുന്നള്ളിക്കുമ്പോൾ കൊണ്ടുപോകുന്ന അത് തന്നെയാണ് അഭിഷേക വിഗ്രഹവും. അങ്ങനെ പറയാം. ഇവിടെ അങ്ങനെയല്ല. മൂലവിഗ്രഹം, ഉത്സവ വിഗ്രഹം, അഭിഷേക വിഗ്രഹം എന്നത് പ്രത്യേകമാണ്. തമിഴ്നാട് ക്ഷേത്രങ്ങൾ അഭിഷേക വിഗ്രഹങ്ങൾ പുറത്തെടുത്ത് വഴിപാടായി അഭിഷേകം നടത്തുന്ന ഒരു പ്രത്യേക ചടങ്ങുണ്ട്. അതിന് തിരുമജ്ജനം അഥവാ തിരുമഞ്ജനം
തിരുമഞ്ജനം എന്ന് തമിഴ്നാട് ശൈലിയും തിരുമഞ്ജനം എന്ന് കേരളീയ ശൈലിയും. അത് പേര് മാറി ഇവിടെ തിരുവഞ്ജനം ആയതാണോ എന്ന് സംശയിക്കേണ്ടിയിരുന്നു. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വന്നപ്പോൾ അത് തിരുവഞ്ജനമായി. ഉത്സവകാലത്ത് 4-ാം ദിവസം മുതൽ വൈകുന്നേരം വിളക്കിന് എഴുന്നള്ളിക്കുമ്പോൾ നാദസ്വരത്തിൽ ആദ്യം വായിക്കുന്ന മല്ലാരി എന്ന ഗാനവിശേഷം തമിഴ്നാട്ടിൽ നിന്നും വന്നതാണ്. കേരളീയ സമ്പ്രദായത്തിൽ അങ്ങനെ മല്ലാരി സമ്പ്രദായം എന്നൊരു ഒരു വാദ്യ സമ്പ്രദായം, ഒരു രീതി ഉള്ളതായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണിത് തമിഴ്നാടുമായിട്ട് അത്രമാത്രം അഭേദ്യമായ ഏതോ ബന്ധങ്ങളുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഹരി ഓം.